കട്ടപ്പന മഴയുണ്ടോന്നോ? കട്ടപ്പന മഴയുണ്ടോന്ന് നമുക്ക് പപ്പായെ വിളിച്ച് ചോദിക്കാം. ഏ ഏ കട്ടപ്പന മഴയുണ്ടോന്ന് ഒന്നുകൂടെ ചോദിച്ചേ. രാവിലെ ഉറക്കം തെളിഞ്ഞ് എഴുന്നേറ്റ് വന്നതേ ആമിക്കുട്ടി ആദ്യമേ ചോദിച്ചത് ഇതാണ് കേട്ടോ, കട്ടപ്പന മഴയുണ്ടോ എന്ന്. ആമിക്കുട്ടി പുറത്തേക്ക് നോക്കിയപ്പോൾ പുറത്തെല്ലാം നല്ല മഴയാണ്. ശരിക്കും പറഞ്ഞാൽ ഒരു പേടിപ്പെടുത്തുന്ന അന്തരീക്ഷമാണ് ഇപ്പോൾ കുമളിയിലുള്ളത്. ഇതുപോലെയുള്ള പെരുമഴ പെയ്യുമ്പോൾ നമുക്കെല്ലാം പല പല പരാതികളാണല്ലേ. കഴിഞ്ഞ വർഷം ഈ പെരുമഴയുടെ സമയത്താണ് നമുക്ക് ആ വയനാട്ടിലെ വലിയ ദുരന്തമൊക്കെ ഉണ്ടായത്. പെരുമഴ ആയതുകൊണ്ട് തന്നെ നമുക്ക് പുറത്തിറങ്ങി പ്രത്യേകിച്ച് ഒന്നും തന്നെ ചെയ്യാൻ പറ്റത്തില്ലല്ലേ. എല്ലാവരും തന്നെ വീട്ടിലിങ്ങനെ പറഞ്ഞുകൂടിയിരിക്കുന്ന ഒരു അവസ്ഥയായിരിക്കും. ഈ മഴ ദിവസം ഞങ്ങൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിനുള്ള ഒരുക്കത്തിലാണ്. മമ്മി ഇതാ നല്ല അടിപൊളി ചമ്മന്തി ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. സാധാരണ നമ്മളിങ്ങനെ അടുക്കളയിൽ കുക്ക് ചെയ്യുന്ന സമയത്ത് ജനലിൽ കൂടെ പുറത്തേക്ക് നോക്കിയാൽ നല്ല ഒട്ടകത്തലമേടിൻ്റെ വ്യൂ ആയിരുന്നു കേട്ടോ കാണുന്നത്. ഇന്ന് ഒട്ടകത്തലമേട് മുഴുവൻ മഴ ആയതുകൊണ്ട് ആകപ്പാടെ ഇരുണ്ടു മൂടി കിടക്കുകയാണ്. നമുക്ക് സാധാരണ മലയുടെ മേളിലുള്ള കുരിശൊക്കെ നല്ല ഭംഗിയായിട്ട് കാണാമായിരുന്നു. ഇന്നതൊന്നും കാണാൻ സാധിക്കുന്നില്ല. അമ്മുക്കുട്ടി എഴുന്നേറ്റ് വന്നാൽ പിന്നെ അവളും ഇതുപോലെ അടുക്കളയിലൊക്കെ സഹായിക്കും കേട്ടോ. അവൾ ആമിക്കുട്ടിക്കായിട്ടൊരു ടെഡി ബിയർ ദോശ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നതിനായിട്ട് അവൾക്ക് പ്രത്യേക ഒരു താല്പര്യവും അതിനുള്ള ഒരു പ്രത്യേക ഒരു ക്രിയേറ്റിവിറ്റിയൊക്കെ ഉണ്ട് കേട്ടോ. ഇങ്ങനെ വെറൈറ്റി ദോശ ഉണ്ടാക്കാൻ മാത്രമല്ല കേട്ടോ, അമ്മുക്കുട്ടിയും അന്നക്കുട്ടിയും കൂടെ അത് പിന്നീട് ആമിക്കുട്ടിയെ കൊണ്ട് നടന്ന് കഴിപ്പിക്കാനും പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കും കേട്ടോ. രണ്ടുപേരും ചേച്ചി അമ്മമാരാണ്. സാധാരണ നമ്മൾ ദോശ ഉണ്ടാക്കി കാസറോളിലാക്കി വെക്കാറുണ്ടായിരുന്നു. പക്ഷേ ഇന്ന് നല്ല തണുപ്പൊക്കെ ആയതുകൊണ്ട് തന്നെ ചൂടോടുകൂടി ദോശ കഴിക്കാൻ ഒരാഗ്രഹം. മാത്രമല്ല എല്ലാവരും പല സമയത്താണ് എഴുന്നേറ്റ് വന്നത്. അതുകൊണ്ട് തന്നെ ഓരോരുത്തരുടെ ബ്രേക്ക്ഫാസ്റ്റ് ടൈമിൽ ഇതുപോലെ ചൂട് ദോശ ഉണ്ടാക്കി കൊടുത്തു. ദോശയൊക്കെ എപ്പോഴും നേരത്തെ ഉണ്ടാക്കി വെക്കുന്നതിലും നല്ലത് ഇതുപോലെ ചൂടോടെ ഉണ്ടാക്കി കഴിക്കുന്നതാണ് അല്ലേ. എന്താണ് നിങ്ങളുടെ അഭിപ്രായം? കമൻറ്റ് ചെയ്യണേ.